ഞാൻ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ജനിച്ചത് മുതൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാണികൾക്ക് പ്രതിയോടും കൂട്ടുപ്രതികളോടും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പാലക്കാട്ടേക്ക് രാഹുലിനെ കൊണ്ടുവന്നത് ഷാഫിയല്ലേ? ഷാഫിക്ക് എങ്ങനെ ഒളിച്ചോടാനാകും? ബീഹാറിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ മൂലം ഞാൻ പോയതാണ്, അല്ലാതെ ഒളിച്ചോടിയതല്ല. അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കൊച്ചനിയനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരുവിധ തെറ്റും, ചെറുപ്പം മുതലേ തന്നെ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാത്ത മനുഷ്യനാണ് രാഹുൽ. വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം MLA മോശമായി പെരുമാറിയെന്ന പരാതി ലഭിച്ചിട്ടും VD സതീശനും ഷാഫിക്കും എന്തുകൊണ്ടാണ് ആ പരാതി പൂഴ്ത്തിവെച്ചത്? ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് നോക്കിയത്. എല്ലാ പരാതിയും അതൊരു പരാതിയായി കണ്ടിട്ടില്ല. എല്ലാവരും എൻ്റെ മക്കളെ പോലെയാണ്. രാജിവെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. രാഹുൽ ചെയ്തതൊന്നും തെറ്റേ ഇല്ല. ഈ പൊതുവെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ ജനങ്ങളും തെറ്റിദ്ധാരണ പരത്തിയാണ്. ഏതാനും ചെറിയ കുസൃതികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് തന്നെ. അതൊന്നും ഈ ജനങ്ങളെല്ലാം ചെയ്യുന്ന ചെറിയ കുസൃതികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതില്ല. മരണം വരെ MLA ആയി തന്നെ തുടരണമെന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം സതീശനോടാണ്. നിങ്ങളുടെ മുൻ MP-ക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അതിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് അതിനോട്? വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അയക്കുന്ന വിചാരിച്ചത് ഗൂഗിൾ പേയിൽ അയക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്റെ ചോദ്യം രാഹുലിനോടാണ്. ജ്യോതികുമാർ ചാമക്കാലക്ക് ഹായ് ജ്യോതി എന്നും മല്ലികാർജുനൻ ഖാർഗെക്ക് ഹായ് മല്ലി എന്നും രാത്രി മെസ്സേജ് അയക്കാറുണ്ടല്ലോ. താങ്കൾ അത് നിഷേധിക്കുന്നുണ്ടോ? എന്താ മോളൂസെ, ജാടയാണോ? ഞാൻ എന്താണ്, ഞാൻ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് മെസ്സേജ് അയച്ചു. അതിനാണ് ഇത്രയും വരുന്ന ജനങ്ങളെല്ലാം എന്നെ ഈ പുതുവഴികളെല്ലാം ഗൂഗിൾ പേയിൽ വരെ ചാറ്റ് ചെയ്യാമെന്ന് പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുത്ത ഒരു യുവ MLA ആണ് ഞാൻ. ആ MLA ആണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പരിഹസിക്കുന്നത്.